പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ ഒരുപാട് പേരുടെ ഡേ ഇൻ മൈ ലൈഫ് കാണാറുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്നോ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അന്നൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞാൻ പോയിട്ടുമില്ല. പിന്നെ ഒരുപാട് പേരുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ആഗ്രഹിക്കാറുമുണ്ട്. പക്ഷേ ആഗ്രഹം വെച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ നമുക്കൊന്നും തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ ശരിക്കും ഇതിനോട് എനിക്ക് ആഗ്രഹവും ഇൻട്രസ്റ്റൊക്കെ വന്നപ്പോഴാണ് ഞാൻ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്നും ഒക്കെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് മനസ്സിലായി വളരെ സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റിയൊരു കാര്യമാണ് യൂട്യൂബ് ചാനലെന്ന്. പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ കുറേ നാൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്കാണ് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നൊരാഗ്രഹം വന്നത്. പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി ഒരു ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ യൂട്യൂബിലേക്ക് എത്തിയത്. പിന്നീട് എൻ്റെ ഓരോ ക്രാഫ്റ്റ് വർക്ക്സും എൻ്റെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ 2 വീഡിയോസിൽ ഒരു 2-3 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ, അതായത് ഇപ്പോൾ 1 ഇയറൊക്കെ ആയി, ആ ടൈമിൽ കമൻറ്റ് ഇട്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ആ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റിയത്. സംസാരിച്ച് വന്നപ്പോൾ ഡേ ഇൻ മൈ ലൈഫിലെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫിലേക്ക് പോവാം. ഇന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. പിന്നെ ഫ്രഷായി ചായയൊക്കെ കുടിച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇവൻ്റെ പേരാണ് ബ്ലൂ കളർ ആയതുകൊണ്ടാണ് ബ്ലൂ എന്ന പേരിട്ടത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ അമ്മ കുറച്ച് നട്ട്സൊക്കെ കഴിക്കാൻ തന്നു. അമ്മയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാർ വെക്കുന്നതെന്ന് ഞാനാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഇഡ്ഡലി സാമ്പാറും. എനിക്ക് ഇഡ്ഡലി സാമ്പാറും എത്ര കഴിച്ചാലും ഒരു മടുപ്പും തോന്നാറില്ല. അതെന്താണെന്ന് എനിക്കും അറിയില്ല. ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എനിക്ക് അത് തന്നെ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അമ്മ വീട്ടിലുള്ളപ്പോൾ എനിക്ക് ചോറ് തരും ഉച്ചയ്ക്ക്. പക്ഷേ അമ്മ വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ ഇഡ്ഡലി തന്നെ എടുത്ത് കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുളിക്കണം. അതാണ് അടുത്ത പരിപാടി. ഞാൻ ഓരോ ഡേയ്സും ഇടവിട്ടാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്യുന്നത്. ഇന്നലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്യണം. അങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്ന ഡേയിൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കും. ഈ ഓയിൽ നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തലയിൽ ഓയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഷാമ്പു ഇട്ട് കഴുകിയാലും എനിക്ക് നന്നായിട്ട് ഫേസിൽ പിമ്പിൾസ് വരും. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. എൻ്റെ സ്കിന്ന് ഭയങ്കര ഓയിലി സ്കിന്നാണ്. ഇനി തലയിൽ നിന്നും ഓയിൽ വരുന്നതുകൊണ്ടാണോ സ്കിന്നിൽ പിമ്പിൾസ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ നാളായി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് കൊണ്ട് സ്കിൻ കെയറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കോഫി പൗഡറും തക്കാളിയും കൊണ്ട് ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യും. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോ സ്പീഡിലിട്ടിട്ടാണ് കേട്ടോ. ഞാൻ ഭയങ്കര സോഫ്റ്റായിട്ടാണ് സ്ക്രബ് ചെയ്തിട്ടുള്ളത്. ഇത് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഫേസ് പാക്കിൽ കടലമാവും മഞ്ഞളും കൂടെ ആണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് മഞ്ഞൾ അലർജിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കടലമാവ് മാത്രമേ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനിടയ്ക്കൊരു റംബൂട്ടാനും ഒരു സ്നിക്കേഴ്സും കഴിച്ചു. പിന്നെ ബാക്കി വന്ന ഫേസ് പാക്ക് അമ്മയ്ക്കും അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആദ്യം തന്നെ ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തു. പിന്നെ സൺസ്ക്രീനും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിൽക്കുമെങ്കിലും ഇങ്ങനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. എൻ്റെ നല്ല ടാനുള്ള ഫേസ് ആയിരുന്നു. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും മാറ്റം വന്നത്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയി ലഞ്ച് കഴിച്ചു. സാധാരണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങും. ഇന്നെന്തോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഉറങ്ങില്ല. പക്ഷേ കുഞ്ഞപ്പൻ കിടന്നുറങ്ങി. അമ്മയും കുറച്ച് നേരം കിടക്കുവാണ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ അടുക്കളയിൽ വന്നു. ഇനി എൻ്റെ യൂട്യൂബ് പരീക്ഷണങ്ങളാണ് നടക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളിവടയെന്നോ സവോള വടയെന്നോ എന്ത് വേണമെങ്കിലും ഇതിന് പറയാം. സവോളയും മല്ലിയിലയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് അരിപ്പൊടിയും കടലമാവൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. എന്നിട്ട് ഉള്ളി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോവും. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ
സവോള വേവത്തില്ല, എണ്ണയാണെങ്കിൽ വറ്റിയും പോകും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് നമ്മൾ റെഡിയാക്കാൻ. അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാരീസ് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളത്തേക്ക് കുറച്ച് സാരീസ് കൊറിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കലാണ് ഇനി എൻ്റെ പരിപാടി. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ക്ലോത്തിങ് ബ്രാൻഡും ഒരുപാട് നാളായിട്ട് തുടങ്ങണമെന്ന് ആലോചിച്ചിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ് വർക്കും എഫേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സക്സസ് ആകും. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയും പിന്നെ എൻ്റെ ഉള്ളിവടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ വന്നത്. അച്ഛനെ കണ്ട് ഈ ഓടിക്കളിക്കുന്ന ആളുടെ പേര് മിട്ടി എന്നാണ്. മിട്ടു എന്നായിരുന്നു പേര്. പക്ഷേ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് പെൺപട്ടിയാണെന്ന്. അങ്ങനെയാണ് മിട്ടുവിന് മിട്ടി എന്ന് പേര് വന്നത്. അങ്ങനെ അച്ഛൻ വന്നതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് ആൾ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ വന്ന് അച്ഛൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. പിന്നെ അച്ഛൻ വന്ന് എൻ്റെ ഉള്ളിവടയൊക്കെ കഴിച്ച് നോക്കി സൂപ്പറാന്ന് പറഞ്ഞു. അച്ഛൻ ആപ്പിളും മുന്തിരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞപ്പൻ ദാ ഇവിടെ മുറ്റമൊക്കെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ആകുമ്പോൾ എനിക്ക് ഈ ഊഞ്ഞാലിൽ വന്നിട്ടൊന്ന് നാടണം, എന്നാലേ ഒരു സംതൃപ്തി ഉള്ളൂ. ഉച്ചയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര വെയിലായിരിക്കും. ഊഞ്ഞാലിൻ്റെ സൈഡിലായിട്ട് കുഞ്ഞ് ഓറഞ്ച് ചെടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ചും കഴിക്കാം. അങ്ങനെ പിന്നെ സന്ധ്യയായി, വിളക്ക് വെച്ചു. ഞാനും അമ്മയും കൂടെ നാമമൊക്കെ ചൊല്ലി. ഇനി ബ്ലൂവിനടുത്ത ഫുഡ് കൊടുക്കുന്ന ടൈമായി. അങ്ങനെ അവന് ഫുഡ് കൊടുത്തു. ഇനി എനിക്ക് കുറച്ച് ഫ്രെയിം വർക്ക്സ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രെയിം ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി അതിൻ്റെ ബാക്കിൽ സെല്ലോ ടേപ്പ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്യണം. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് അവൾ വരുന്നതിന് മുന്നേ തന്നെ ഞാനെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഞാനാദ്യം ഫ്രെയിം വർക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഹാമ്പറൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫ്രെയിം വർക്ക് കുറഞ്ഞു. ഹാമ്പേഴ്സാണ് കൂടുതലും ഓർഡേഴ്സ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. 8:30 കഴിയുമ്പോഴാണ് അവൾ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അവൾക്ക് വഴി തെറ്റിപ്പോയി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാനിവിടെ റോട്ടിൽ അവളെ കൂട്ടാൻ വന്നേക്കാണ്. അപ്പം ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾ. ആരതി എന്നാണ് കേട്ടോ പേര്. എൻ്റെ കൂടെ പഠിച്ചതല്ല, ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു ആരതി. ഞങ്ങളൊരു 6-7 വർഷത്തിന് ശേഷമാണ് ഇന്ന് കാണുന്നത്. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി. അങ്ങനെ പിന്നെ രാത്രി ചോറ് കഴിച്ചു. പിന്നെ 2 റംബൂട്ടാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.